അസ്സലാമലൈക്കും. ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗണ കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു കൂൾ കോഫിയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ ബെസ്റ്റാണ്. ഈ ബൗളിലാണ് നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും കൂടെ ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഇതുപോലത്തെ വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ അല്ലെങ്കിൽ സ്പൂണ് ഉപയോഗിച്ചാലും മതി. ബീറ്റർ യൂസ് ചെയ്താൽ ഇത് പെട്ടെന്നായി കിട്ടും. ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വിസ്കാണ്. സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലേറെ ടൈം എടുക്കും. കറക്റ്റ് ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ 1:1:1 എന്നുള്ള റേഷ്യോയിലാണ്. അതായത് 1 സ്പൂൺ കോഫി പൗഡർ ആണെങ്കിൽ 1 സ്പൂൺ ഷുഗറും 1 സ്പൂൺ ഹോട്ട് വാട്ടറും. ആ അളവ് 1 കപ്പ് കോഫിക്ക് കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ 2 കപ്പ് കോഫിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ മധുരം കുറവായിരിക്കും. അപ്പോൾ കോഫിയുടെ കയ്പ്പ് നല്ലോണം ഫീൽ ചെയ്യും. അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇനി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 സ്പൂൺ ഷുഗർ കൂടെ ചേർക്കാം. അത് മാത്രമല്ല, ഇനി ഇതിൽ പാല് ചേർക്കുമ്പോൾ ആ പാലിലും വേണമെങ്കിൽ കുറച്ച് ഷുഗർ ചേർക്കാം. ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മളെ വിപ്പിംഗ് ക്രീമൊക്കെ പോലെ നല്ല സ്റ്റിഫായിട്ടുള്ള കൺസിസ്റ്റൻസി ആയി വരണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് അത്യാവശ്യം ക്രീമി ആയി നല്ല സ്റ്റിഫായി തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടി ഒരു 15 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് കോഫി റെഡിയാക്കുന്നതെന്ന് നോക്കാം. തിളപ്പിച്ചാറിയ പാലാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ കപ്പിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ പാലൊഴിക്കണം. ഇത്രയും ഒഴിച്ചാൽ മതി, നിറച്ചൊഴിക്കരുത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കോഫിയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി. നമ്മൾ കഴിക്കുമ്പോൾ ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പോൾ ഇതൊരു വെറൈറ്റിയും ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള ഒരു കോഫിയാണ്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.